2025 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് കാമദ ഏകാദശി. എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്ന ഒരു ഏകാദശിയാണിത്. ഒരു അപ്സരസും ഗന്ധർവനും ലളിതും ലളിതയും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇത് ദേവലോകത്തല്ല കേട്ടോ, വേറെ ഒരു രാജ്യത്തിലാണ് നടക്കുന്നത്. ഗന്ധർവന്മാരും കിന്നരന്മാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ആ രാജ്യത്തെന്നുള്ളത്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഈ രാജസഭയിൽ ഈ ലളിതെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പാടുന്ന സമയത്ത് സ്വന്തം ഭാര്യയെപ്പറ്റി ചിന്തിച്ചു, ലളിതയെപ്പറ്റി ചിന്തിച്ചു. അപ്പോഴത്തേക്കും ആ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. അപ്പം പാട്ടിന് അപശ്രുതി വന്നു. അങ്ങനെ 3-4 പ്രാവശ്യം വന്നു. ഇത് അറിഞ്ഞപ്പോഴത്തേക്കും രാജാവിന് ഭയങ്കര കോപമായി. എൻ്റെ സദസ്സിൽ വന്നിരുന്ന, എൻ്റെ മുൻപിൽ വന്നിരുന്ന് ഇങ്ങനെ ചൊല്ലുന്നു, അതുകൊണ്ട് ഉടനെ എന്നെ ശപിച്ചു, നീ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഇദ്ദേഹം രാക്ഷസനായി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ആ രാജ്യത്തെ സ്ഥാനമില്ല. ഇദ്ദേഹം പോയി പുറകെ അദ്ദേഹത്തിൻ്റെ പ്രാണപ്രിയയായ അപ്സരസ് ലളിതയും പോയി. അങ്ങനെ പോയി ഒരു ആശ്രമത്തിലെത്തി. ആശ്രമത്തിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഈ ലളിത സ്വാമിയുടെ കാൽക്കൽ പിടിച്ചു പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പം അങ്ങ് എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ പൂർവ്വസ്ഥിതിയിലാക്കണം. വേഗം ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാൻ മുനി പറഞ്ഞു, വേറൊന്നും വേണ്ട, അടുത്ത ദിവസം കാമദ ഏകാദശിയാണ്. ആ ഏകാദശി നോറ്റിട്ട് ദ്വാദശിയുടെ ഇന്ന് പാരണയും കൂടെ വീടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി, ഈ നിൻ്റെ ഭർത്താവ് പൂർണ്ണ രൂപത്തിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ആ ലളിതയുടെ ആഗ്രഹം, കാമന സാധിച്ചു. അതുകൊണ്ടാണ് ഈ ഏകാദശി കാമദ ഏകാദശി ആയത്. ഇനി ഏകാദശിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലല്ലോ, പലപ്പോഴും നമ്മൾ പറയാനുള്ളതാണ്. ഏകാദശി നോയമ്പ് നോക്കണം, തലേ ദിവസം ഒരിക്കൽ, ദശമിയുടെ ഒന്ന് ഒരിക്കൽ, പിന്നെ ദ്വാദശിയുടെ ഒന്ന് പാരണ. ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഹരിവാസര സമയമാണ്. 8-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി മുതൽ വെളുപ്പിന്, അന്ന് രാത്രി വെളുപ്പിന് 3:30 വരെയാണ്. പിന്നെ പാരണ സമയം എന്ന് പറഞ്ഞാൽ ദ്വാദശി, അതായത് 9-ാം തീയതി രാവിലെ 6:45 മുതൽ 8:48 വരെയാണ്. ലക്ഷ്മി സ്തോത്രങ്ങളും ഭഗവാന്റെ നാരായണ മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുക. ഓം നമോ നാരായണായ, പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, അറിയാമല്ലോ, നാരായണീയം, ഭാഗവതം അല്ലേ, അങ്ങനെ എല്ലാം ചൊല്ലി ഭഗവത് പ്രീതിക്ക് പാത്രമാവുക. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മളുടെ പ്രിയപ്പെട്ട ഭഗവാൻ, ആ കാരുണ്യമൂർത്തിയായിരിക്കുന്ന, സ്നേഹക്കടലായിരിക്കുന്ന, എപ്പോഴും നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളിൽ പ്രസാദിക്കും. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.